cross is the hook. Hallelujah. Ee ആത്മാക്കളെ നേടാൻ ഒറ്റ ചൂണ്ടേ ഉള്ളൂ. അത് കാൽവരി ക്രൂശാണ്. Grace is the bait. അതെ, അതിനകത്തുള്ള ഇര എന്ന് പറയുന്ന ദൈവകൃപയാണ്. And Paul said if a man is to be saved, he must believe in his heart and confess out of his mouth that God raised Jesus from the dead. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ, വായ് തുറന്ന് ഏറ്റു പറയണം ദൈവകൃപേ. വായ് തുറന്ന് ഏറ്റു പറയുമ്പോഴാണ് നീ രക്ഷിക്കപ്പെടുന്നത്. Every one of us in this room who've been caught by Christ were caught with an open mouth. ഹല്ലേലൂയ. യേശുവിനാൽ പിടിക്കപ്പെട്ട ഏതാത്മാവും ഇതിനകത്ത് നീ യേശുവിനാൽ പിടിക്കപ്പെട്ടുണ്ടോ, നിന്റെ വായ് തുറന്നിട്ടുണ്ട്. ദൈവകൃപയുടെ ഇര ചാടി പിടിക്കാൻ നീ വായ് തുറന്നത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം രക്ഷയുടെ നിർണയത്തിൽ നീ ഇവിടെ ഇരിക്കുന്നത്. How shall they hear without a preacher? ആമേൻ. പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? How should he preach unless he's been sent? അവനെ അയച്ചില്ലേ അവൻ എങ്ങനെ പോയി പ്രസംഗിക്കും? You were caught and I were caught because God raised up somebody who opened their mouth. ഹല്ലേലൂയ. ഞാനും നീയും ദൈവകൃപയാൽ പിടിക്കപ്പെടാൻ കാരണം ആരെയൊക്കെയോ ദൈവം ഉയർത്തി അവരൊക്കെ സുവിശേഷത്തിന് വേണ്ടി വായ് തുറന്നത് കൊണ്ടാണ് നിനക്ക് കേൾക്കാൻ പറ്റിയത്. കേട്ടത് കൊണ്ടാണ് നീ വായ് തുറന്ന് ഏറ്റുപറയാൻ പറ്റിയത്. I heard the gospel preached at 9 years old. ഞാൻ 9 വയസ്സുള്ളപ്പോഴാണ് ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്. Somebody opened their mouth. ആരോ വായ് തുറന്നു. And I heard the gospel of Jesus Christ. യേശുവിന്റെ സുവിശേഷം ഞാൻ കേട്ടു. And I gave my heart and life to Jesus. എന്റെ ഹൃദയം ഞാൻ കർത്താവിനായി തുറന്നു. If somebody is to be saved, you must open your mouth. ഹല്ലേലൂയ. ആരെങ്കിലും രക്ഷിക്കപ്പെടണമെങ്കിൽ നീ നിന്റെ വായ് തുറക്കണം. വായ് പൂട്ടിയിരുന്ന നടക്കിയല്ല പരിപാടി. Let the redeemed of the Lord say so. അതുകൊണ്ട് ദൈവവചനം പറയുന്നു അവന്റെ യഹോവയുടെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. Let the redeemed of the Lord say so. ദൈവത്തിന്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. If you have been saved, you must open your mouth. ഹല്ലേലൂയ. നീ രക്ഷിക്കപ്പെടണമെങ്കിൽ നിന്റെ വായ് തുറക്കണം. Every fish that's been caught പിടിക്കപ്പെട്ട ഏത് മത്സ്യവും was caught with an open mouth. വായ് തുറന്നത് കൊണ്ടാണ് പിടിക്കപ്പെട്ടെ. Somebody had to preach it. ആരോ പ്രസംഗിച്ചു. You had to confess it. നീ അത് ഏറ്റു പറഞ്ഞു. And Jesus tells Peter, now that you've got the coin out of the fish's mouth, ഹല്ലേലൂയ. അതിന്റെ വായ് തുറന്നാൽ ചതുർബ്രഹ്മം പണമുണ്ട്, അത് നീ എടുക്കണം. listen to me, listen to me. ശ്രദ്ധിക്കൂ. The coin, the valuable, was in the fish. വളരെ വിലപിടിപ്പുള്ള ഈ കോയിൻ ഈ മത്സ്യത്തിന്റെ വയറ്റില. Every person has a coin. എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ വിലയേറിയ ഒരു നിക്ഷേപമുണ്ട്. God has put a value to every human soul. ഓരോ ആത്മാവിന്റെയും ഉള്ളിൽ ഒരു വില ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. What would it profit a man to gain the whole world and lose his soul? അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ച ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ വിലയേറിയ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? Every life carries a coin. അതെ, ഏത് ജീവിതത്തിനും ഒരു വിലയുണ്ട്. And they cannot know the value of their very soul until they've been snatched out of death and brought into life. എന്നാൽ ഈ ജീവിതങ്ങളുടെ വില ആമേൻ മനസ്സിലാക്കണമെങ്കിൽ മരണത്തിൽ നിന്ന് അവയെ പിടിച്ച് ജീവനിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ വായ് തുറക്കണം. And look what happens. എന്താ സംഭവിച്ചേ? That which was valuable ആ വിലയുള്ളത് was taken to the temple. അതിനെയാണ് ദേവാലയത്തിലേക്ക് കൊണ്ടുപോയത്. When you win a soul, നീ ഒരാത്മാവിനെ നേടുമ്പോൾ their value and their worth needs to be brought to the house of God. ഹല്ലേലൂയ. അതിന്റെ വിലയും അതിന്റെ ശ്രേഷ്ഠതയും ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നു. The church grows. സഭ വളരുന്നു. The church gains momentum. അതേ, സഭയ്ക്ക് മുന്നേറ്റമുണ്ടാകുന്നു. Only when we are getting coins from the fish's mouth. ഈ മത്സ്യങ്ങളുടെ വായിൽ നിന്ന് ഈ ആത്മാക്കളുടെ ഉള്ളിൽ നിന്ന് ആ വില പുറത്തു കൊണ്ടുവരുമ്പോൾ മാത്രമാണ് സഭയ്ക്ക് വളർച്ചയുണ്ടാകുന്നത്, സഭയ്ക്ക് മുന്നേറ്റമുണ്ടാകുന്നത്. You may not bring a lot of money to church, ഒരുപക്ഷേ ഒത്തിരി പണം നീ സഭയിൽ but your കൊണ്ടുവരില്ല. value is in God. എന്നാൽ ദൈവം നിന്നിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ആ മൂല്യം വളരെ വലുതാണ്. And so this is what Jesus says as I close. ഞാൻ കർത്താവ് പറഞ്ഞ വാക്കുകൾ കൊണ്ട് അവസാനിപ്പിക്കട്ടെ. Jesus says, യേശു പറഞ്ഞു, take that money ആ പണമെടുത്ത്
and give it unto them. അവരുടെ കയ്യിൽ കൊടുക്കൂ, അവർക്ക് കൊടുക്കൂ. Watch this. For me and thee. അവിടെ ശ്രദ്ധിക്കണം, എനിക്കും നിനക്കും വേണ്ടി കൊടുക്കൂ. Jesus says, Peter, പത്രോസേ, the offering won't just be for you. ഈ ഓഫറിംഗ് നിനക്കുള്ളതല്ല, It'll be for me and thee. എനിക്കും നിനക്കും വേണ്ടി. That is the glory of fishing. അതാണ് ഈ ആത്മാക്കളെ നേടുന്നതിന്റെ പ്രത്യേകത. അവനാണിത് എന്ന നിനക്കും അതിൽ പങ്കുണ്ട്. The glory of fishing is that I get to partner with Jesus Christ. ആത്മാക്കളെ നീ നേടുമ്പോൾ യേശു നീയുമായിട്ടുള്ള പങ്കാളിത്തത്തിന്റെ മഹത്വമാണ് കാണാൻ കഴിയുന്നത്. Hallelujah. ഹല്ലേലൂയ. We are co-laborers with Christ. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് നാം കർത്താവിന്റെ കൂട്ടുപ്രവർത്തകരാണ്. When I catch a fish, it's first for him. ഹല്ലേലൂയ. ഞാനൊരു മത്സ്യം പിടിക്കുമ്പോൾ, ഒരാത്മാവിനെ നേടുമ്പോൾ ആദ്യം അത് അവനുള്ളതാണ്. But it's also for me. പക്ഷേ അത് എനിക്കുള്ളതാണ്. I catch fish for him. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി, അവന് വേണ്ടിയല്ലേ But പിടിക്കുന്നത്. it also blesses me. അത് എന്നെയും അനുഗ്രഹിക്കുന്നു. One day I will stand before God Almighty. ഞാൻ ഒരു ദിവസം സർവശക്തനായ കർത്താവിന്റെ മുമ്പിൽ നിൽക്കും. Daniel says those that win souls will shine brightly. Yes, they will. അതുകൊണ്ട് ദാനിയേൽ പറയുന്നു, ആത്മാക്കളെ നേടുന്നവർ, പലരെയും നീതിയിലേക്ക് നയിക്കുന്നവർ അവന്റെ സന്നിധിയിൽ നക്ഷത്രങ്ങളെ പോലെ അന്ന് ശോഭിക്കും. When you stand before him, he will put a crown upon your head. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവന്റെ സന്നിധാനത്തിൽ എഴുന്നേറ്റുന്ന അവനെ സ്തുതിക്കാൻ. Go fishing. മത്സ്യം പിടിക്കുവാൻ പോകൂ. Faithfully, intentionally share him. ആത്മാക്കളെ നേടാൻ പോകുന്നത് വിശ്വസ്തയോടെ ആയിരിക്കണം, നിശ്ചയദാർഢ്യത്തോടെ, ലക്ഷ്യബോധത്തോടെ ആയിരിക്കണം, ക്രിസ്തുവിനെ ഷെയർ ചെയ്തുകൊണ്ടായിരിക്കണം. Every one of us needs to go into heaven with at least one fish. സ്വർഗത്തിൽ പോകാൻ കൊതിക്കുന്ന സകല ജീവിതങ്ങളും കുറഞ്ഞത് ഒരാത്മാവിനെയെങ്കിലും നേടണം. Evangelism will take you fishing. അതെ, സുവിശേഷീകരണമാണ് ആത്മാക്കളെ നേടാൻ കഴിയുന്നത്. We are called to win the lost. നശിച്ചു പോകുന്നവരെ, നഷ്ടപ്പെട്ടവരെ നേടാനാണ് കർത്താവ് നമ്മെ വിളിച്ചത്. They wanted to know, does Jesus support the church? അതെ, അവർക്കറിയാൻ ആഗ്രഹം, മതപ്രമാണികൾക്കറിയാൻ ആഗ്രഹം, യേശു കർത്താവ് ദേവാലയത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? And Jesus taught Peter that day the best way to support your church. അന്ന് കർത്താവ് ദേവാലയത്തെ എങ്ങനെയാ സഹായിക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത് പത്രോസിലൂടെ നമ്മെ പഠിപ്പിച്ചു. Go win souls. പോയി ആത്മാക്കളെ നേടൂ, അങ്ങനെ വേലയെ സഹായിക്കൂ. Every one of us has been called to go to the sea and cast a hook. ഹല്ലേലൂയ. നമ്മെ എല്ലാവരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് മനുഷ്യ മഹാസമുദ്രത്തിലേക്ക് പോയിട്ട് സുവിശേഷത്തിന്റെ ആ